സംസ്ഥാനത്ത് സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി പ്രതിസന്ധിയിലാവുന്നു എന്നൊരു വിവരം വരുന്നു. പദ്ധതിക്കുള്ള തുക സെപ്റ്റംബർ മാസത്തിന് ശേഷം സ്കൂളുകൾക്ക് ലഭിച്ചിട്ടില്ല. സെപ്റ്റംബർ കഴിഞ്ഞു, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, 5 മാസമായി. അപ്പോൾ സെപ്റ്റംബറിൽ അനുവദിച്ചത് കേന്ദ്രവിഹിതം മാത്രമാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയാണ് പ്രധാന അധ്യാപകർക്കുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ തുക കിട്ടുന്നതിന് ആനുപാതികമായേ സംസ്ഥാനത്തിന് തുക വിനിയോഗിക്കാനാകൂ എന്നാണ് സർക്കാരിന്റെ വിശദീകരണം. 4 കോടി രൂപ അനുവദിക്കാൻ സർക്കാർ ഉത്തരവായെങ്കിലും ഇതുവരെയും വിതരണം ചെയ്തിട്ടില്ല. പ്രതികരണങ്ങളൊന്നും കേട്ടുവരാം. സംസ്ഥാനത്ത് ഉച്ചഭക്ഷണ ഇനത്തിൽ തുക നൽകിയിട്ടില്ല. സെപ്റ്റംബർ മാസം തന്നെ സെൻട്രൽ ഷെയർ മാത്രമാണ് അനുവദിച്ചത്. സ്റ്റേറ്റ് ഷെയർ അനുവദിച്ചിട്ടില്ല. ഡിസംബർ മാസം പിന്നിടുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ ഹെഡ് മാസ്റ്റർക്കും ലഭിക്കാനുള്ളത്. ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുള്ള ഒരു പദ്ധതിക്ക് ഇങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളി നീക്കിയത് സർക്കാരിന്റെ അലംഭാവമായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ. ഇങ്ങനെയാണെങ്കിൽ അധികകാലം ഈ പദ്ധതി ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടു പോകാൻ സാധ്യമല്ല. സാനിയോ, വല്ലാതെ ബുദ്ധിമുട്ടിയാണ് ഈ പ്രധാന അധ്യാപകരും PT-യും ഒക്കെ ചേർന്ന് ഈ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് പോകുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം കിട്ടിയില്ലെന്നാണോ പരാതി? അതെ അരുൺ, ഉച്ചഭക്ഷണ പദ്ധതി വലിയ പ്രതിസന്ധിയിലാവുകയാണ്. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു പദ്ധതിയാണ് ഈ ഉച്ചഭക്ഷണ പദ്ധതി എന്ന് പറയുന്നത്. സെപ്റ്റംബർ മാസത്തിന് ശേഷം സ്കൂളുകൾക്കൊന്നും തുക നൽകിയിട്ടില്ല എന്നാണ് പ്രധാന അധ്യാപകർ പറയുന്നത്. അതായത് ഉച്ചഭക്ഷണ കമ്മിറ്റിയാണ് സാധാരണ ഈ ഭക്ഷണ കാര്യങ്ങൾ നോക്കേണ്ടതെങ്കിൽ കൂടിയും പ്രധാന അധ്യാപകരാണ് ഇതിനുള്ള സാധനങ്ങൾ വാങ്ങുക. അരിയും മറ്റ് സാധനങ്ങളും ഒക്കെ വാങ്ങുക പ്രധാന അധ്യാപകരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ നിന്നാണ് പണം പോകുന്ന ഒരു സാഹചര്യമുള്ളത്. സെപ്റ്റംബർ കഴിഞ്ഞു, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഇപ്പോൾ ജനുവരി ആവുന്നു. ഇപ്പോൾ ഒരു 4 കോടി രൂപ മാത്രം അനുവദിച്ചതായി ഒരു ഓർഡർ വന്നെങ്കിൽ കൂടിയും അത് ഹെഡ് മാസ്റ്റർമാർക്ക് വിതരണം ചെയ്തിട്ടില്ല. അതേസമയം 125 കോടി രൂപയുടെ കുടിശ്ശികയുള്ള സമയത്താണ് ഈ 4 കോടി രൂപ മാത്രം അനുവദിക്കുന്നതെന്നാണ് ഹെഡ് മാസ്റ്റർമാരുടെയൊക്കെ പരാതി. അതായത് ഈ ഉച്ചഭക്ഷണ പദ്ധതിക്ക് 40% സർക്കാർ ഫണ്ടും 60% കേന്ദ്ര സർക്കാർ ഫണ്ടുമാണ്. സെപ്റ്റംബർ മാസം മാത്രം കേന്ദ്ര സർക്കാർ മാത്രമാണ് ഫണ്ട് അനുവദിച്ചത്. അതിനുശേഷം കേന്ദ്ര സർക്കാരും ഫണ്ട് അനുവദിച്ചിട്ടില്ല എന്നാണ് നമ്മളിപ്പോൾ അറിയുന്നത്. ഏതായാലും വലിയ പ്രതിസന്ധിയിൽ ഇങ്ങനെ തുടരുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ തുക കിട്ടുന്നതിനനുസരിച്ച് അതിന് ആനുപാതികമായി മാത്രമേ തുക അനുവദിക്കുകയുള്ളൂ എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വിശദീകരണമായി വരുന്നത്. പക്ഷേ സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നു, എന്നാൽ ആ തുക സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല. ഏതായാലും 125 കോടി രൂപ കിട്ടാനുള്ളിടത്താണ് ഈ 4 കോടി രൂപ അനുവദിക്കുന്നത്. അതാണെങ്കിൽ ഹെഡ് മാസ്റ്റർമാർക്ക് വിതരണം ചെയ്യാനുള്ള നടപടി ആയിട്ടില്ല എന്നുള്ളതുമാണ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്തെ ഗവൺമെൻറ് ഹൈസ്കൂളിലൊക്കെ പലയിടങ്ങളിലായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെയും ഇപ്പോൾ ഉച്ചക്കഞ്ഞി വലിയ അനുഗ്രഹമായി മാറാറുണ്ട്. മാത്രമല്ല, നമ്മുടെയൊക്കെ ഒരു അഭിമാന പദ്ധതിയാണത്. കൂടാതെ പോഷകാഹാര പദ്ധതിയും അതിനൊപ്പം മുട്ടയും പാലും കൊടുക്കുന്ന പദ്ധതിയും ഒക്കെ അതിനൊപ്പം തന്നെയുണ്ട്. പ്രതിനിധി ശ്രീ ഇസ്മയിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മാഷേ, പ്രതിസന്ധിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? അതെ, വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവർക്കും അറിയാം, സെപ്റ്റംബറിലെ തുക ഭാഗികമായി ലഭിച്ചു. അതിനുശേഷമുള്ള തുക ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഇത് നമ്മുടെ സ്കൂളിലെ വരുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കാൻ ഹെഡ് മാസ്റ്റർമാർക്ക് ഒരു മനസാക്ഷി അനുവദിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. ഇത് ഹെഡ് മാസ്റ്റർമാർ ആരാണ് ഇതിന്റെ തുക കയ്യിൽ നിന്ന് ചെലവഴിക്കുന്നത്? സർക്കാർ ഇത് സംബന്ധിച്ചുള്ള സർക്കുലറൊക്കെ ഇറക്കി കഴിഞ്ഞാൽ സർക്കാർ ഇതിനെ സംബന്ധിച്ച് നൽകുന്ന വിശദീകരണം, സർക്കാരിന്റെ പ്രതിനിധികളെ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവരായിട്ട് നമ്മൾ ബന്ധപ്പെട്ടാൽ ഇവർ പറയുന്നത് ഉച്ചഭക്ഷണ കമ്മിറ്റിയാണ് സ്കൂളിലെ ഉച്ചഭക്ഷണം നടത്തിപ്പെന്നാണ്. അത് സാങ്കേതികമായിട്ട് ശരിയാണ്. ഹെഡ് മാസ്റ്റർക്ക് പിന്തുണ നൽകാൻ ഉച്ചഭക്ഷണ കമ്മിറ്റിക്ക് ബാധ്യതയുണ്ട് എന്നൊക്കെയാണ് സർക്കുലർ. പക്ഷേ ഇതിന്റെ സാമ്പത്തിക ബാധ്യത ഒരിക്കലും ഈ ഉച്ചഭക്ഷണ കമ്മിറ്റിക്ക് നൽകിയിട്ടില്ല. ഉച്ചഭക്ഷണ കമ്മിറ്റിയുടെ പ്രതിനിധികളല്ല കടകളിൽ ചെല്ലുന്നതും സാധനങ്ങൾ വാങ്ങിക്കുന്നതും അതിന്റെ കാശ് ചെലവഴിക്കുന്നതും. അത് ഹെഡ് മാസ്റ്റർ സ്വന്തം കയ്യിൽ നിന്ന് ചെലവഴിക്കാം. സംസ്ഥാനത്ത് 7.5 ലക്ഷം അധികം രൂപ കിട്ടാനുള്ള ഹെഡ് മാസ്റ്റർമാർ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. 7.5 ലക്ഷം 4 മാസം കൊണ്ട് കയ്യിൽ നിന്ന് ചെലവഴിച്ചിരിക്കുകയാണ്. ഒരു അധ്യാപകൻ, ഒരു പ്രഥമാധ്യാപകൻ എങ്ങനെ മുന്നോട്ട് പോകാനാകും? ഇത് നിർത്തിവെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുട്ടികളെങ്കിലും ഭക്ഷണം കഴിക്കാതെ സ്കൂളിൽ ഇരിക്കേണ്ടി വരും. അപ്പോൾ കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ സ്കൂളിൽ ഇരിക്കുമ്പം വെളിയിൽ ചെന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരാൻ മനസാക്ഷിയുള്ള ഒരു അധ്യാപകന് സാധ്യമല്ല. അത് പ്രഥമാധ്യാപകനായിക്കോട്ടെ അധ്യാപകനായിക്കോട്ടെ, അത് സാധ്യമല്ല. അതിന്റെ പേരിൽ മാത്രമാണ് ഇന്നത് തുറന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് ഹെഡ് മാസ്റ്റർ എങ്ങനെയെങ്കിലും നടത്തട്ടെ എന്നുള്ളൊരു മനോഭാവത്തിലാണ് നമ്മളെ ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ്. ഒരു ശരാശരി ഒരു മാസം എത്ര രൂപയുടെ സാമ്പത്തിക ബാധ്യത വരുന്നുണ്ട് പക്ഷേ ഒരു സ്കൂളിൽ മാത്രം?
ഇതിപ്പോ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് ഈ തുകയിൽ വലിയ വ്യത്യാസം വരുമല്ലോ. ഇപ്പൊ 2000-ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളും 50-ൽ താഴെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളും ഉണ്ട്. അതെ. അപ്പൊ നമുക്ക് ഇങ്ങനെ കൃത്യമായ മാസം ഇത്ര എന്നുള്ളതല്ല, ഒരു 40 കോടിയോളം രൂപ ഏകദേശം സംസ്ഥാനത്ത് മൊത്തത്തിൽ വേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ നിലവിൽ 125 കോടി രൂപയോളം ബാധ്യതയുണ്ട്, കുടിശ്ശികയുണ്ട്. അപ്പോഴാണ് ഈ 4 കോടി രൂപ മാത്രം അനുവദിച്ചിരിക്കുന്നത് അല്ലേ? 4 കോടി അനുവദിച്ചിരിക്കുന്നത് ഇതിന്റെ അധിക സഹായം എന്നുള്ള ഡിസ്ക്രിപ്ഷനിൽ വന്നിട്ടുള്ളതാണ്. അത് സെൻട്രൽ ഷെയർ ആയിട്ടോ സ്റ്റേറ്റ് ഷെയർ ആയിട്ടോ വരുന്നതല്ല. അപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് ധനവകുപ്പ് ഈ കുടിശ്ശിക കൊടുക്കുക എന്നതാണ് ഈ പദ്ധതി അവതാളത്തിലാവാതെ മുന്നോട്ട് പോകാനുള്ള ഏക മാർഗം അല്ലേ മാഷേ? ഏകമാർഗം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാകണം. ഇത് നമ്മള് ഡിപ്പാർട്ട്മെന്റിലെ DG ഓഫീസിൽ ബന്ധപ്പെടുമ്പോ സാങ്കേതികമായ കാര്യങ്ങൾ, സെൻട്രലിൽ നിന്ന് ഫണ്ട് നേടിയെടുക്കുന്നതിന് സാങ്കേതികമായ കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. അത് നമ്മളോട് പറയേണ്ട കാര്യങ്ങളെ അല്ലല്ലോ. അത് അവിടെ തീർത്ത് ആ ഫണ്ട് റിസീവ് ചെയ്യാനുള്ള നടപടികൾ എന്താണെന്ന് അത് അവരല്ലേ എടുക്കേണ്ടത്. നമുക്ക് സ്കൂൾ തലത്തിൽ നിന്നൊന്നും ചെയ്യാൻ സാധ്യമല്ലല്ലോ. ഇത് നമ്മളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അലോക്കേഷനുള്ള ഒരു ഫണ്ടല്ലേ ഇത്. ശരിയാണ്, ആ ബാധ്യത മനസ്സിലാക്കുന്നു. പണ്ട് ഈ പൊതിച്ചോറ് എന്നൊരു കഥയുണ്ടായിരുന്നല്ലോ മാഷേ, കാരൂരിന്റെ. ആ പൊതിച്ചോറ് ഹെഡ്മാസ്റ്ററുടെ ഒരു കഥ, അതെ അതെ, അധ്യാപകന്റെ കഥ, അതൊക്കെ നമ്മുടെ കണ്ണീരണിയിപ്പിച്ച കഥയാണ്. ആ അവസ്ഥയിലേക്ക് നമ്മുടെ പ്രധാന അധ്യാപകരെ തള്ളിവിടരുത് എന്നാണ് നമുക്കും സർക്കാരിനോട് പറയാനുള്ളത്. താങ്ക് യു ഇസ്മയിൽ, താങ്ക് യു. സർക്കാരിന് സാമ്പത്തിക ബാധ്യതയുണ്ടെന്നറിയാം, പക്ഷേ ആ സാമ്പത്തിക ബാധ്യതയ്ക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം മുടങ്ങുന്നൊരവസ്ഥ ഉണ്ടാവരുത്.